ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ വാഫിൾസാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഒരു കപ്പ് മൈദ, ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് ആദ്യം ഒരു മുട്ട, പിന്നെ പാൽ വയ്ക്കുമ്പോൾ ആരും പൊന്തിച്ച് വയ്ക്കരുത്. ഞാൻ പൊന്തിച്ച് വെച്ചപ്പോൾ കുറച്ച് ചിന്തിയതാണ്. അപ്പോൾ ഒരു കപ്പ് പാൽ, 1 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ 3 ടേബിൾ സ്പൂൺ ഷുഗർ, പിന്നെ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ. എന്നിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച മൈദ നമ്മളിപ്പോൾ ഉണ്ടാക്കിയതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും നമ്മളെ വാഫിൾ മേക്കർ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വാഫിൾ മേക്കർ ചൂടായതിനു ശേഷം അതിലേക്ക് ആദ്യം എണ്ണ തേച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം ഞങ്ങൾ എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് മറന്നതാണ്. അപ്പോൾ ആദ്യം ഇതുപോലെ ജസ്റ്റ് ഒന്ന് എണ്ണ തേച്ച് കൊടുക്കുക, കുറച്ച് എണ്ണ ഇതുപോലെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെ നമ്മുടെ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ വാഫിൾ മേക്കർ പൂട്ടി കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുക. അപ്പോൾ മുകൾ ഭാഗം ഇതുപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റും കൂടി വെച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞങ്ങളത് ഇവിടെ ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എടുക്കുകയാണ്, വാഫിൾ മേക്കറിന് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാഫിൾ മേക്കറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഐസ്ക്രീമും പിന്നെ അതുപോലെ തേന്, അതുപോലെ ബദാമും പിസ്തയും പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചോക്ലേറ്റ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വാഫിൾസിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരേക്കും ബൈ.